ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല വിദ്യാർത്ഥികളും ഇപ്പം +1 SLC എക്സാം റിസൾട്ട് വന്നതിന് ശേഷം നിരന്തരമായിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. അഥവാ സിവിൽ സർവീസ് ലക്ഷ്യം വെക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പൊ SLC എക്സാം കഴിഞ്ഞു, ഇനി +1 ഏത് സബ്ജക്ട് തിരഞ്ഞെടുക്കണം? സിവിൽ സർവീസ് ആണ് എന്റെ ആഗ്രഹം, അത് നേടാൻ വേണ്ടി ഏത് സബ്ജക്ട് തിരഞ്ഞെടുക്കണം? എനിക്ക് സയൻസ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ടീച്ചേഴ്സ് പറയുന്നു, അല്ലെങ്കിൽ മറ്റു രക്ഷിതാക്കൾ പറയുന്നു, ഹ്യൂമാനിറ്റീസ് എടുത്താലാണ് നിങ്ങൾക്ക് സിവിൽ സർവീസിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റുക. അപ്പൊ ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? അതുപോലെ തന്നെ ഞാൻ ഇനി എങ്ങനെയാണ് അതിനുവേണ്ടി പഠിക്കേണ്ടത്? എന്ത് കോച്ചിങ്ങിന് പോയി പഠിക്കണം? തുടങ്ങിയ ധാരാളം സംശയങ്ങൾ ഉള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അത്തരം വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് പറയുന്നത്. അതുപോലെ തന്നെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡിഗ്രി ഏതെടുക്കണം? ഓക്കെ, ഈ രണ്ട് ചോദ്യമാണ് പ്രധാനമായിട്ടും വരുന്നത്. PG പിന്നെ ഡിഗ്രി കഴിയുമ്പോൾ പല ആൾക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് നമ്മുടെ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. ധാരാളം ആളുകളോട് ചോദിക്കുമ്പോൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റാത്ത, റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം വരുന്നുണ്ട്. അതെല്ലാവർക്കും ഉപകാരമാവുന്ന ഒരു വീഡിയോ ഇടാന്ന് കരുതി, അതുകൊണ്ടാണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ UPSC, IAS, മറ്റുള്ള PSC എക്സാം ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പഠനത്തിൽ വ്യക്തമായ ഗൈഡൻസ് തുടങ്ങിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് UPSC ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ IAS, KS ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സബ്ജക്ട് കംപ്ലീറ്റ് മെറ്റീരിയൽസ്, ക്ലാസ്സുകൾ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനൽ ഞാൻ നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. അത്തരത്തിൽ ആ ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലും ജോയിൻ ചെയ്ത് വെക്കുക. അതാവുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും യൂട്യൂബിൽ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ IAS ലക്ഷ്യം വെക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. പ്ലേലിസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ കാണിക്കാം. അതുപോലെ തന്നെ IAS ജൂനിയർ കോഴ്സ് എന്നൊരു കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. അതായത് സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ അവർ ഈ സമയത്ത് എങ്ങനെ പഠിക്കണം, അവർ പഠിക്കേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സാണ്. ഒരു വർഷത്തെ പ്രോഗ്രാമാണ്, ചെറിയ ഫീസ് വരുന്ന പ്രോഗ്രാമാണ് ജൂനിയർ IAS കോഴ്സ് എന്ന് പറയും. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലുള്ള നമ്പറുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ തന്നെ ബന്ധപ്പെടാവുന്നതാണ്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അപ്പം നിങ്ങളെ മുന്നിലുള്ള ഒരു സംശയമാണ്, എന്ത് തെരഞ്ഞെടുക്കണം? ഓക്കെ, അപ്പൊ നമ്മളൊരു ചെറിയൊരു കണക്ക് നോക്കുകയാണെങ്കിൽ സിവിൽ സർവീസ് നേടിയ ആളുകൾ ഏറ്റവും കൂടുതൽ ഏത് സ്ട്രീമിൽ നിന്ന് വന്ന ആളുകളാണ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കണക്ക് വെച്ച് നോക്കുമ്പം ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അല്ലെങ്കിൽ കൂടുതൽ ആളുകളും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നോ ഒക്കെ വന്ന ആളുകൾ അമിതമായിട്ട് സിവിൽ സർവീസ് നേടിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, സിവിൽ സർവീസ് നേടണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് മാത്രം നിർബന്ധമാണെന്നുള്ള ധാരണ തെറ്റിദ്ധാരണയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിലും അല്ലെങ്കിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾ സിവിൽ സർവീസ് ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ട കോഴ്സ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് നേടാൻ വേണ്ടി ഹ്യൂമാനിറ്റീസ് ആണ് വേണ്ടത്. ഹ്യൂമാനിറ്റീസിൽ വരുന്ന ധാരാളം സബ്ജക്റ്റുകൾ സിവിൽ സർവീസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സിവിൽ സർവീസിന് ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ +2 പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം ഉണ്ടാവും. ഓക്കെ, ഞാൻ ആ സബ്ജക്ട് എനിക്ക് ഭയങ്കര ക്രൈസ് ആണ്, അല്ലെങ്കിൽ എത്ര അതിൽ വേണ്ടി പഠിച്ചിരുന്നാലും വായിച്ചിരുന്നാലും മടുക്കാത്ത ഒരു സബ്ജക്ട് ഉണ്ടാവും. അത് നിങ്ങളുടെ പാഷൻ ആയിട്ടുള്ള സബ്ജക്ട് ആയിരിക്കും. അത് ആ സബ്ജക്റ്റ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അത് സയൻസിൽ വരുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ അതാണ് നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കേണ്ടത്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ അതാണ് ഹ്യൂമാനിറ്റീസിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് കൊമേഴ്സിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതാണ് എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ പഠനം +1 +2 പഠനവും അതിനുശേഷം വരുന്ന ഹയർ സ്റ്റഡീസും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മുടെ IAS പഠനം അല്ലെങ്കിൽ IAS നേടിയത് കൊണ്ട് നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല. നമ്മൾ കരിയർ വീണ്ടും പഠിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. സർവീസ് കിട്ടിക്കഴിഞ്ഞാലും ലീവ് എടുത്തുകൊണ്ട് 2 വർഷം വരെ എന്ത് ചെയ്യാണ്, നമുക്ക് സ്റ്റേപ്പിനോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ആ അവസര സമയത്തൊക്കെ ഞാൻ ഇഷ്ടപ്പെടാതെ ഹ്യൂമാനിറ്റീസ് എടുത്തു പോയ ഒരാളെ അവസ്ഥ ആലോചിച്ച് നോക്ക്, അയാൾക്ക് പഠിക്കാൻ തോന്നോ? ഇല്ല. അതുപോലെ തന്നെ നമുക്കിപ്പോ ഇത് നിങ്ങൾക്ക് ഇനി അഥവാ സിവിൽ സർവീസ് ലക്ഷ്യം വെച്ച് എന്തെങ്കിലും കാരണം കൊണ്ട് ഡിഗ്രി സമയത്ത് അത് വേണ്ടാന്ന് വെക്കുന്ന സംഭവം ഉണ്ടാവല്ലോ. അങ്ങനെ വെക്കുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഞാൻ സയൻസ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട ആ സബ്ജക്ട് എടുത്തിരുന്നെങ്കിൽ എനിക്ക് അതിലേക്ക് പഠിക്കാമായിരുന്നു. അങ്ങനെയൊക്കെ തോന്നൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ധാരാളം ആൾക്ക് അങ്ങനെ വന്നിട്ടുമുണ്ട്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഓക്കെ, പല ആളുകളും അനുഭവം കേട്ടതിന്റെ അടിസ്ഥാനത്തിലും കൂടി പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്, അത് നിങ്ങൾക്ക് സയൻസ് വരുന്ന സബ്ജക്ട് ആണെങ്കിൽ അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഗുണം നിങ്ങൾക്ക് ഒന്ന് +1 +2 നന്നായിട്ട് പഠിക്കാൻ പറ്റും, നല്ല മാർക്കോട് കൂടി പഠിക്കാൻ പറ്റും. അത് ഏതാണെങ്കിലും കേട്ടോ, ഈ ഹ്യൂമാനിറ്റീസ് ഇഷ്ടമുള്ള അതാ എടുക്കേണ്ടത്. അയാൾ പോയിട്ട് സയൻസ് എടുത്താൽ പഠിക്കാൻ പറ്റൂല.
അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കാം. എൻജോയ് ചെയ്ത് പഠിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നാതെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞെങ്കിൽ അതിന്റെ അതേ സബ്ജക്ട് തന്നെ ഡിഗ്രി പഠിക്കാൻ പറ്റും. ഡിഗ്രി പഠിക്കാനും PG പഠിക്കാനും PhD പഠിക്കാനും ഒക്കെ അവസരങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി അഥവാ സിവിൽ സർവീസിനുള്ള മോഹം എവിടെയെങ്കിലും വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നാലോ, അല്ലെങ്കിൽ സിവിൽ സർവീസ് കിട്ടിയതിന് ശേഷമോ നിങ്ങൾ പഠനം എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫീൽഡ് വിടേണ്ട ഒരു അവസ്ഥയും വരുന്നില്ല, നിങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നിങ്ങൾ ഇനി മറ്റുള്ള ആരും പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കാര്യമാക്കേണ്ട. ചിലപ്പോൾ സിവിൽ സർവീസിനെ കുറിച്ച് അറിയാത്ത ആളുകളൊക്കെ, വ്യക്തമായിട്ട് ധാരണ ഇല്ലാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സിവിൽ സർവീസ് നേടണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് തന്നെ വേണം നിർബന്ധിച്ച് പറയുന്ന ആളുകളുണ്ട്. അതിനൊന്നും ആവശ്യമില്ല, പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് അത് തിരഞ്ഞെടുക്കുക. അതിൽ നിന്നുകൊണ്ട് സിവിൽ സർവീസ് എന്നുള്ള സ്വപ്നത്തിനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക എന്നുള്ളതാണ്. ധാരാളം BBS കഴിഞ്ഞ ആളുകൾ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾ, മറ്റേ സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ആളുകൾ ധാരാളമായിട്ട് സിവിൽ സർവീസ് നേടിയെടുക്കുന്നുണ്ട്. അവർക്കൊന്നും ഈ പൊളിറ്റിയോ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഒന്നും പഠിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ജനറൽ സ്റ്റഡീസ് ആണ് അതൊക്കെ വരുന്നത്. അഥവാ നിങ്ങളുടെ ഏറ്റവും ബേസിക് 10th +2 ലെവൽ വരെയുള്ള കാര്യങ്ങൾ മാത്രമേ അതിന്റെ ഭാഗമായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടും നമുക്ക് പഠിക്കാനുള്ള സിലബസിന് വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സ്ട്രീം അത് +2-നായാലും ഡിഗ്രിക്കായാലും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കാനും അതിൽ ബെസ്റ്റ് സ്കോർ വാങ്ങാനും അതിൽ ഏറ്റവും മാക്സിമം എല്ലാ ഹയർ സ്റ്റഡീസും അതിൽ നടത്താനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സർവീസ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട സബ്ജക്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഹയർ സ്റ്റഡി പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം. പിന്നെ ഈ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ആളുകൾ, ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ആൾ, ഇനി നിങ്ങൾക്ക് സിവിൽ സർവീസ് ഹ്യൂമാനിറ്റീസും ഭയങ്കര ഇഷ്ടമാണ്, സിവിൽ സർവീസിലേക്കും ഭയങ്കര ആഗ്രഹമാണ്, അങ്ങനെയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാം, പ്രശ്നമില്ല. ഓക്കെ, ഹ്യൂമാനിറ്റീസ് എടുത്ത് മുന്നോട്ട് വരാം. മറ്റുള്ള ഏത് സബ്ജക്ട് എടുത്താലും ഒട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അതെടുത്തതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് നിങ്ങളെ ഗുണം ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ വേറെ ഏതെങ്കിലും സബ്ജക്ട് എടുത്തതിന്റെ പേരിൽ ഒട്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് നെഗറ്റീവായിട്ട് ബാധിക്കാനും പോകുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടാണ് എടുക്കേണ്ടത്. ഇനിയും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, എന്നെ കമന്റ് ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം, വാട്സപ്പിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ സിവിൽ സർവീസ് ഈ സമയത്തിനുള്ള ലക്ഷ്യമാണ്. നിങ്ങൾക്ക് അത് നേടണം ശക്തമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ IAS ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെങ്കിൽ IAS ജൂനിയർ കോഴ്സ് നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ സ്കൂൾ സമയത്ത്, അത് ചെറിയ ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് അതിൽ അഡ്മിഷൻ ഉണ്ട്. ചെറിയ ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക്, ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് മറ്റൊരു കോഴ്സാണ്. ഈ 2 വിദ്യാർത്ഥികൾക്കും അവർ ഈ സമയത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ, ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, GK, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റീഡിംഗ്, എല്ലാ സബ്ജക്റ്റുകളുടെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിംഗ് തുടങ്ങിയ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് നടക്കുന്നുണ്ട്, ജൂനിയർ IAS കോഴ്സ് നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. അപ്പം ഇത്തരം ഒരു സംശയവുമായിട്ട് ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ ടീച്ചേഴ്സിന്റെയോ പാരന്റ്സിന്റെയോ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട ഇത്തരത്തിലൊരു ഗൈഡൻസ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ അവർ സിവിൽ സർവീസ് ആഗ്രഹിച്ചതിന്റെ പേരിൽ അവരുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ത് ചെയ്ത് അവരുടെ മാറ്റിക്കൊണ്ട് ഒരു സബ്ജക്ട് എടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്ത് അവരോട് നിർദ്ദേശിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും